USS പരീക്ഷ എഴുതുവാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിട്ടുള്ള പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമുക്ക് പരിചയപ്പെടാം. ഇന്ന് കേരളത്തിലെ നദികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ നദി അത് പെരിയാർ പുഴയാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? അത് കബനിയാണ്, ഭവാനിയാണ്, പാമ്പാറാണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ഏറ്റവും ചെറിയ നദി ഏതാണ് കേരളത്തിലെ എന്ന് ചോദിച്ചാൽ അത് മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് നെയ്യാറാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് മഞ്ചേശ്വരം പുഴയാണ്. കല്ലായി പുഴ ഏത് ജില്ലയിൽ കൂടിയാണ് ഒഴുകുന്നത് എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയിലൂടെ ഒഴുകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. ഭാരതപ്പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. പമ്പയുടെ ദാനം എന്ന് വിളിക്കുന്നത് കുട്ടനാടിനെയാണ്. പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നാണ്.